ഫ്രണ്ട്സ് ഇത് ദേവനുള്ള എൻ്റെ വക 10ാം ക്ലാസ് പാസ് ചെയ്യുന്ന ഐപാഡ് ഫ്രണ്ട്സ് ദിയമോക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞ് ഞാൻ ദിയമോക്ക് MBBS അഡ്മിഷൻ കിട്ടുമ്പോൾ ഫോൺ വാങ്ങി തരാം കേട്ടോ. ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ലുലുമാളിലേക്ക് വന്നേക്കാണ്. ഞങ്ങൾക്ക് 1-2 ഷോപ്പിങ്ങും കൂടെ ഉണ്ട്. പിന്നെ പപ്പയ്ക്ക് 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ട്. സോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഫ്രണ്ട്സ് ദേവുവിന് പാർക്കിങ് കണ്ടു കഴിഞ്ഞാൽ അപ്പം എസ്തറ്റിക്ക് ഫോട്ടോ എടുക്കണം. അങ്ങനൊരു പ്രശ്നം ദേവുവിനുണ്ട്. പാർക്കിങ് ഇത് എൻട്രൻസ് എവിടെ നോക്കാല്ലേ? അത് അവിടെ ഉണ്ടോ? ഫ്രണ്ട്സ് C9 ആണ് കേട്ടോ നമ്മളെ പാർക്കിങ്. നമുക്ക് ഫോട്ടോ കിട്ടും. ആ ഇങ്ങനത്തെ ഫോട്ടോസ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും അല്ലേ? എത്ര രൂപയാണാവല്ലേ ഇതിന്? ഇത് ഗ്രൗണ്ട് ഫ്ലോറിന് താഴെ കേട്ടോ, ബേസ്മെന്റ് ആണ്. ലെവൽ B ആണ് കേട്ടോ. പിന്നെ മോളെ അയാളുടെ അടുത്ത് നിന്ന് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കടുകുമടി മതി. നമ്മൾ നേരെ ചെല്ലുന്ന ഹൈപ്പർ മാർക്കറ്റാണല്ലോ. അപ്പോൾ നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഹൈപ്പർ മാർക്കറ്റിന് നേരെ താഴോട്ട്. ഈ ബ്ലോഗ് ആക്ച്വലി ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്നുള്ള ഷോപ്പിംഗ് അല്ല. ദേവുവിന് ഞങ്ങളൊരു സർപ്രൈസ് കൊടുക്കാൻ പോകണം. 10ാം ക്ലാസ് വിജയിച്ചതിന് അമ്മേൻ്റെ വക ദേവുവിന് കിട്ടി, പപ്പേൻ്റെ വക കിട്ടിയിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞങ്ങൾ എറണാകുളം വന്നത്. തന്നെ ദേവുവിന് അറിയില്ല, ദിയേക്കും അറിയില്ല, നമുക്കും അറിയില്ല. ഫ്രണ്ട്സ് അപ്പോൾ ഞാനിവിടെ എത്തിയിട്ടുണ്ടോ. നമ്മളിവിടെ പോയിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തായാലും കാര്യങ്ങളെല്ലാം പോയി ഒന്ന് സെറ്റാക്കി റെഡിയാക്കാം. ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ സാധനം, ഐപാഡ് എയർ. കീബോർഡ് ഇതിൻ്റെ കൂടെ ഇല്ല, അത് സെപ്പറേറ്റ് ആണ്. ഇതാണ് ഐപാഡ് എയർ. ഈ കളർ തന്നെയായിരുന്നല്ലേ സ്റ്റേജിൽ? അത് കുഴപ്പമില്ലാത്ത കളറാണല്ലോ അല്ലേ? ഈ കളറാണ് എടുക്കുന്നത്. ഫ്രണ്ട്സ് അപ്പോൾ ഫൈനലി നമ്മൾ സാധനം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദേവുവിനെ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു. ആ ഫോണിൻ്റെ കോൾ റെക്കോർഡ് എൻ്റെ മൊബൈലുണ്ട്, അത് എനിക്ക് അതിൽ കേൾപ്പിച്ചു തരാം. ദേവുവിനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് വേറെ രീതിയിലാണ്. അതിപ്പോൾ ഈ കോൾ റെക്കോർഡ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹലോ, അല്ല ഞാനിവിടെ ഇവൻ്റെ ഇമേജിനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മറ്റേ എക്സ്ചേഞ്ചിൻ്റെ സംഭവം വെറുതെ സംസാരിച്ച് വെച്ച് ക്രെഡിറ്റ് കാർഡിന്റെ ഓഫറും ഒക്കെ പാടെ കൂടി കുറച്ച് നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. പിന്നെ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ID കിട്ടുകയാണെങ്കിൽ അതും 6% പിന്നെ കുറഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യും, നൈസായിട്ട് ഇവിടെ പപ്പേന്റെ എന്തോ സാധനത്തിന്റെ ഉണ്ട്. അപ്പൊ നമ്മളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു പോര്, വീഡിയോ എടുത്ത് പോര് പറയട്ടെ അമ്മേനോട്. അപ്പൊ അവരോട് ഞാൻ മുകളിലോട്ട് കയറി വരാൻ പറഞ്ഞിട്ടുണ്ട്. അവർ തൊട്ട് താഴെ ഹൈപ്പർ മാർക്കറ്റിലുണ്ട്. അപ്പൊ എന്താ സംഗതി എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ഫോൺ എക്സ്ചേഞ്ച് ചെയ്യാനാണ് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്, വരുന്നത് നോക്കാം നമുക്ക്. ഫ്രണ്ട്സ് അവരത് താഴെ ഹൈപ്പർ മാർക്കറ്റിലുണ്ട് കേട്ടോ. താഴെ മീൻസ് അവിടെ, അതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, അവിടെ ഉണ്ട്. ഫ്രണ്ട്സ് പപ്പ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഇമാജിൻ്റെ അങ്ങോട്ട്. ഞാൻ എൻ്റെ മൊബൈലൊന്ന് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ദിയമോൾക്ക് മെയിനായിട്ട് ദിയമോൾക്ക് നല്ല ദേവൊന്ന് ഞങ്ങൾ കൂടിയിട്ട് ഒരു ഗെയിമിംഗ് സ്റ്റേഷൻ്റെ പരിപാടി ഞങ്ങൾ പ്ലാനിങ്ങിലുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം. ഇവിടെ വരുമ്പോൾ ഇവർക്ക് രണ്ടാം കൂടി ഒരു PS5 വാങ്ങി കൊടുത്തിട്ട് ഒരു ഗെയിമിംഗ് സ്റ്റേഷൻ ഉണ്ടാക്കിയിട്ട് ഗെയിം കളിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഗെയിമിങ്ങിൻ്റെ ഒരു ചാനൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്ലാന്. നടന്നില്ല. അപ്പം നോക്കാം എന്താണെങ്കിൽ. അത് കിട്ടും, സാധനം കിട്ടും 2-3 ദിവസം. അപ്പോൾ PS5 ഇപ്പോൾ ഇവിടെ നിലവിലില്ല, ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. ജൂണിൽ അത് റീസ്റ്റോക്ക് വരുള്ളൂ. പുതിയ മോഡൽ PS6 ആയിട്ട് വരുന്നതാണ്. നോക്കട്ടെ, ഞാൻ മോളൊന്ന് വിളിക്കട്ടെ. ഫ്രണ്ട്സ് അപ്പോൾ അവരങ്ങനെ വന്നു, വാങ്ങിയിട്ടില്ല അത്. ഹായ് സീക്കോ, എവിടെ സീക്കോ? എവിടെ സീക്കോ? എവിടെയാ? ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ അവിടെ വെച്ച് നോക്കും. ഞങ്ങൾ പർച്ചേസ് ചെയ്ത ഓക്കെ, അതവിടെ വെച്ചോളത്. സ്റ്റോറി ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതവിടെ വെച്ച് പോകുന്നതിൻ്റെ സങ്കടം.
2-3 മാസം മുമ്പേ ഞാൻ പ്ലാൻ ചെയ്തതാണ്. ഇടയില് നടക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അത് നടന്നില്ല. അത് ചിലപ്പോൾ നടക്കുമെന്നറിയില്ല. നിങ്ങളെല്ലാരും ആണെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. ഭൂരിപക്ഷം നോക്കി നടത്തിയാലോ? ഭൂരിപക്ഷം നോക്കി നടത്തിയാലോ? ഭൂരിപക്ഷം അല്ലെങ്കിൽ ചിലപ്പോൾ നടക്കൂല. അതുകൊണ്ട് ഭൂരിപക്ഷ അഭിപ്രായം എന്താ നോക്കാം. അത് 3-ല് ഭൂരിപക്ഷം 3-ൽ 2-2 സയൻസാണ്, ഷോ ആണ്. 3-1 ആണെങ്കിൽ 3 ആരാണോ പറയണത് അവര് പറയണത് നടക്കും. ഓക്കെ, ഇതിന്റെ പേരാണ് ഏകദേശം അമേരിക്ക. പിന്നെ ഇതിന് ഭയങ്കര നല്ലൊരു അടിപൊളി ഓഫർ വന്നിട്ടുണ്ട്. എൻ്റെ ഈ പഴയ ഫോൺ കൊടുക്കുകയാണെങ്കിൽ പ്ലസ് ക്രെഡിറ്റ് കാർഡും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ഓഫർ ഉണ്ട്. എന്ത് ഓഫർ ഉണ്ടെന്നാ പച്ച നിങ്ങൾ പറയും. അത് കേട്ടിട്ട് ഓക്കെ ആണോ നോക്കി. ഞാൻ പറഞ്ഞു തുറക്കില്ല. എന്താണ് എൻ്റെ അഭിപ്രായം? കുഴപ്പമില്ല. കേസ് എടുത്തതിന് വേണമെങ്കിൽ കിട്ടാല്ലേ. ഫ്രണ്ട്സിന് ദേവനുള്ള എൻ്റെ വക 10ാം ക്ലാസ് ഐപാഡ് എഡിറ്റിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും അന്ന് ഓപ്പൺ ആക്കി വെക്ക് വെറുതെ. ഇന്നലെ എന്താ പറയാ, അത്രയും ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ നടന്ന് എഡിറ്റ് ചെയ്യായിരുന്നു. അതെ, ഇനി മുതൽ നിങ്ങളുടെ എഡിറ്റർ ദേവു ആണ്. ഇന്നലെ നമ്മൾ പറഞ്ഞത് എന്ത്, എനിക്കൊരു ഐപാഡ് വാങ്ങിച്ചെന്നാ മതിയായിരുന്നു. സുഖാണല്ലോ ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ശരിക്കും വിചാരിച്ച പപ്പയ്ക്ക് വാങ്ങണതാ. പക്ഷെ ഞാൻ വിചാരിച്ചെന്ന് എനിക്കറിയായിരുന്നു. ഈ ഫോണ് അമ്മേനെ എക്സ്പ്രസ് എടുക്കാൻ വേണ്ടിട്ട് ഞാൻ വാങ്ങുക. അപ്പം പറഞ്ഞല്ലേ ഞാൻ എടുക്കാം. അങ്ങനെ ദേവുവിന് 81% മാർക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ദേവു വാങ്ങിയെടുത്തു. അതുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും. പ്രൈവറ്റ് ജെറ്റിൽ ഐലൻഡിലോട്ട്. അതെ, ദിയമോക്ക് ഫോൺ വേണമെന്ന് പറഞ്ഞ് ഞാൻ ദിയമോക്ക് MBBS അഡ്മിഷൻ കിട്ടുമ്പോൾ ഫോൺ വാങ്ങിത്തരാം കേട്ടോ. എനിക്ക് ഫോൺ വേണം. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് കൃത്യമായി എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ടാബ് ഉണ്ട് ഫ്രണ്ട്സ്. 5-6 ഏത് നേരവും കേരളത്തിൽ നടക്കണത്. 5-6 എനിക്കൊക്കെ അമ്മേനെ ഫോൺ തന്നെ കിട്ടുമോ? 5ാം ക്ലാസ് 6ാം ക്ലാസ് എത്തുമ്പോഴേ ഇവർക്ക് ഫോണ് വേണം. നടക്കുവോ? ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ദേവു ട്രാഫിക് ബ്ലോക്കിന്റെ ഇടയിൽ കൂടെ നടന്ന് എഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു. എഡിറ്റ് ചെയ്ത വീഡിയോ ആണിത്. ഇത് കണ്ടപ്പോ പപ്പയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു കേട്ടോ. ശരിക്കും മോള് റോട്ടിൽ കൂടെ നടന്ന് എഡിറ്റ് ചെയ്യാന്ന് പറയുമ്പോ പപ്പ പെട്ടെന്ന് തന്നെ ഐപാഡ് പ്രോ വാങ്ങിക്കുന്നു ഗൈസ്. ശരിക്കും നമ്മൾ ഇതിന്റെ ഇൻട്രോയില് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ട്. ശരിക്കും ഞങ്ങൾക്ക് ഒന്നും മേടിക്കാണ്ടായിരുന്നില്ല. പപ്പ പറഞ്ഞു എങ്ങനെയെങ്കിലും ദേവുവിനെ ഒന്ന് വഴി തിരിച്ച് സമയം ഒന്ന് കളഞ്ഞു തരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയതാണ്. നമ്മൾ അവിടുന്ന് ഒന്നും മേടിച്ചിട്ടില്ല. ഫ്രണ്ട്സ്, അപ്പോ ചേച്ചീൻ്റെ ഐപാഡൊക്കെ വാങ്ങിച്ചു. നമ്മൾ പോവുകയാണ്. ഫ്രണ്ട്സ്, അപ്പം ഇവർ വന്നു അൺബോക്സ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്.
ഏറ്റവും എന്ത് സന്തോഷം ഒന്നും പറയാനില്ല. ഇത് എവിടുന്നായി വരുന്നത്? കാണാനില്ലേന്നല്ല. പക്ഷേ ഇനി ദിയമോളത് സാംസങ്ങിന്റെ ഏറ്റവും നല്ല ഐപാഡാണ്. അതാണ് ടാബാണ് ദിയമോക്കുള്ളത്. അത് ദൈവം പറഞ്ഞ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്കത് മൊത്തം ദിയമോക്ക് സ്വന്തമാണ്. അതെ, ഇനി ദിയമോളെ ടാബ് കൊടുക്കണ്ട കേട്ടോ ചേച്ചിക്ക് കൊടുക്കണ്ട കേട്ടോ. ഒരു ഐപാഡ് വാങ്ങിയപ്പം വേറൊരാൾക്ക് എക്സ്ട്രാ ഒരു ടാബും കൂടെ കിട്ടി. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് ലഞ്ച് കഴിക്കാൻ പോവാണ് പാരഗണിൽ. ഇന്ന് ദേവുവിന്റെ ഭാഗ്യാട്ടോ, പിന്നെ ചെലവ് ദേവു. അതെ, ദേവുവിന്റെ ഡേ ആണല്ലോ. ഞങ്ങള് മീൽസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതെ, ഇത് മതിയായിരുന്നല്ലേ ദേവോ? ബിരിയാണി മതിയായിരുന്നു. ഇത് എപ്പോഴും രസം ദേവോ. ഞങ്ങൾക്ക് നല്ല കറികൾ കൂട്ടി, ഉള്ളിച്ചമ്മന്തി. ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങിട്ടോ. പിന്നെ ഞങ്ങൾ ഇന്ന് പോണില്ല ഗൈസ്. ഞാൻ പറയാൻ വരുന്നത് സത്യത്തിൽ ഞങ്ങൾ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം സമയം 3 മണിയായി. അപ്പോൾ വിചാരിക്കുക നാളെ പോയാലോ എന്ന് വിചാരിക്കുകയാണ്. പമ്മക്കിനും എടപ്പള്ളി പള്ളിയിൽ പോണം, നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ദിയമോക്ക് കൊന്ത വാങ്ങാനുണ്ട്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ മാളിന് ടാറ്റ കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്ക് അമ്മേന്റെ അനിയത്തിന്റെ വീട്ടിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഞങ്ങൾ അനുമാനിന്റെ വീട്ടിലെത്തി. ഇപ്പം ഞങ്ങൾ ചായ കുടിച്ചിട്ട് പടക്കം. ഇതാണ് കേട്ടോ ആച്ചുട്ടനാണ് കേട്ടോ. അത് ആച്ചുക്കുട്ടനും ആച്ചുക്കുട്ടന്റെ ഫ്രണ്ടും ആണ് കേട്ടോ അത്. ഹലോ, ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ പോവാണ്. പുറത്ത് നല്ല മഴയായിരുന്നു, ഇപ്പൊ മഴയൊക്കെ തോർന്നു. അതെ, സന്ധ്യ ആയിട്ടോ. അപ്പൊ ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ പോവാട്ടോ. ഇവിടെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ആച്ചുക്കുട്ടന്. പപ്പയാട്ടോ പടക്കം പൊട്ടിക്കണേ. അതെ, നല്ല രസമല്ലേ ഇങ്ങനെ കുട്ടികൾ കളിക്കാനുണ്ടാവും. നമുക്ക് ഇഷ്ടായിട്ടോ കുട്ടികളൊക്കെ കണ്ടിട്ട്. നമ്മളവിടെ ഇങ്ങനെ അടുത്ത് കുട്ടികളൊന്നും ഇല്ലല്ലോ കളിക്കാനൊന്നും. അപ്പൊ ഭയങ്കര ദിയമോൾ എൻജോയ് ചെയ്യാണ് ഇവിടെ വന്നിട്ട്. എല്ലാരും വിഷു കഴിഞ്ഞിട്ട് 1.5 ആഴ്ചയായി. എന്റെ മോന്റെ പേരെന്താ? അഫാനോ? പേടിയുണ്ടോ?